ഹലോ ഗൈസ്, അഗ്നിപറീസ 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 എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു പാട്ട്. ആ പാട്ടിനനുസരിച്ചിട്ട് ഇവറ്റുള്ളൊരു തുള്ളലുണ്ടല്ലോ, ആ തുള്ളൽ തുള്ളുന്നതിന് ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രൈസ് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കഷ്ടം, പാവം തോന്നും തുള്ളി മറിക്കുന്നത്. റനീഷ ആദ്യമൊക്കെ കുറച്ചൊക്കെ ആയിരുന്നു, ഇപ്പം ആകെ ഒന്ന് സൈലൻ്റ് ആയോ എന്ന് തോന്നുന്നു. മുമ്പൊക്കെ ഒരു എടുപ്പും ബഹളമൊക്കെ ഉണ്ടായിരുന്നു, ഒരു ആങ്കറിന് വേണ്ട തുള്ളിച്ചാട്ടമൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങ് ഒതുങ്ങിപ്പോയി. എന്താണോ എന്തോ മടുത്ത് കാണും. ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജയാണോ യഥാർത്ഥത്തിലുള്ള പിക്ചർ. അപ്പോൾ പൂജയെ പറ്റിയിട്ട് പൂജയുടെ തന്നെ ഒരു റിലേറ്റീവ് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവരുടെ ഫോളോവറാണ്. കാരണം ഇവർ മൃഗസ്നേഹിയാണ്. മൃഗങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേയധികം ഇതാണ് എടുത്തത്. നമ്മളൊക്കെ മനസ്സിൽ വിചാരിക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇവരുടെ ഒരു ബന്ധുവാണ് ഈ പൂജ എന്നുള്ളത് എനിക്കറിയത്തില്ല. അന്ന് ആക്ച്വലി 2 പൂജമാരുണ്ട്, ഒരു പൂജ മിസ്സിങ് ആണ്. അത് ഇനി പോയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടില്ലായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുള്ളക്കം കാണുമ്പോൾ ഇല്ലാത്ത പിരാന്തളവി ഞാൻ വെച്ചതാണ്. ഇപ്പോൾ ഇന്നത്തെ ഞാൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇന്നലെ 4 എവിക്ഷൻ ഉണ്ടായിരുന്നെന്നാണ് മനസ്സിലായത്. 4 പേരെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നും ഉണ്ട് കുറേ പേരെ എവിക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എത്ര പേര് നമ്പേഴ്സ് ഒന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കണ്ടപ്പോൾ തന്നെ ആകെ ബോറടിച്ചു, വല്ലാത്തൊരു വിഷമം തോന്നി. സംഭവിക്കുന്ന കാര്യമാണ്. നമുക്ക് ഈ ഷോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ്. ഇനി ഇത് ഒരു 27 ഡേയ്സ് എന്തോ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെ ചൂസ് ചെയ്യാനുള്ള ഒരു ബഹളമാണ് അവിടെ നടക്കുന്നത്. സൂപ്പർ പെർഫോമൻസ് ആണ്. മീൻസ് ഈ ബിഗ് ബോസ് ക്രൂയുടെ സൈഡിൽ നിന്നുള്ളൊരു സൂപ്പർ ഐഡിയ ആയിരുന്നു. കാരണം ഒത്തിരി പേര് ആപ്ലിക്കേഷൻ കൊടുക്കുമേ, അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടൈപ്പ് അത് സൂപ്പറായിരുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. സാധാരണക്കാർക്ക് ഇതിനകത്തേക്ക് വരാൻ പറ്റുമോ ഇല്ലയോ, അവരെ ചൂസ് ചെയ്യുന്ന ഒരു രീതി അത് കുഴപ്പമില്ല. അതൊരു നല്ല ഇതാണ്. ഈ പ്രോഗ്രാമിനെ സ്നേഹിക്കുന്ന കുറച്ച് പേർക്ക് അതൊരു വർത്ത് ആയിട്ടുള്ള ഒരു സംഗതി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവർ ചൂസ് ചെയ്തതിൽ, ജഡ്ജസിനെ ചൂസ് ചെയ്തതിൽ അവർക്ക് പിഴവ് പറ്റി എന്നുള്ളതാണ്. പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഒരു വ്യക്തിയെ ഔട്ടാക്കുന്ന ഒരു രീതിയുണ്ട്. പറഞ്ഞു വന്നത് പൂജയുടെ മാറ്ററാണ്. പൂജ കുറച്ച് ഓവറായിരുന്നു. ഓവറായാലേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ഒന്നാമത് ഈ ഒരു ഷോയിൽ, പർട്ടിക്കുലർ ഷോയിൽ കുറച്ച് കപടം, കുറച്ച് ഇമോഷൻസ്, കുറച്ചധികം സെൻസിറ്റീവ്, കുറച്ചധികം അഗ്രഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സക്സസ് ആകുകയുള്ളൂ. കുശുമ്പ്, കുന്നായ്മ, കുത്തിത്തെരപ്പ്, കുത്തിക്കഴപ്പ് ഇതൊക്കെ ഉണ്ടാകണം. എന്നാൽ മാത്രമേ ബിഗ് ബോസ് വിന്നർ ആകാൻ പറ്റുള്ളൂ. ചുമ്മാ ഒന്നും അങ്ങോട്ട് വിന്നറായി കൊണ്ടുപോകത്തില്ല. ജെന്യുവിനിറ്റി മസ്റ്റാണ്. ജെന്യുവിനായിട്ട് നിന്നില്ലെങ്കിൽ ക്രിറ്റിസിസം ഉണ്ടാകും. ഏതായാലും എല്ലാത്തിനെയും എവറിത്തിങ്, ഇൻസൾട്ട്, ഹ്യൂമിലിയേഷൻ എല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായവരായിരിക്കും ഇതിനകത്ത് ഒരുപാട് പേര് അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഇതിനകത്ത് കുറേ ടാസ്കുകൾ കൊടുക്കുന്നുണ്ട്. ഈ ടാസ്കുകളിൽ ഒരു ടാസ്ക് അതായത് ഈ ജിമ്മ് പോകുന്നവർക്കൊക്കെ മനസ്സിലാവും, എന്തൊക്കെ ഒരു വട്ടം വെച്ചേക്കും, അതിങ്ങനെ എടുക്കണം, വെയിറ്റ് ലിഫ്റ്റർ എന്നൊക്കെ പറയും. പിന്നെ അതിനകത്തൊരു വേറൊരു വള്ളി പോലെ ഒരെണ്ണം സാധനമുണ്ട്, പിന്നൊരു സാധനമുണ്ട്. ഇത് 2-3 എണ്ണം വെച്ചിട്ട് ഇതിനകത്ത് അവർ പറയുന്നൊരു മെഷർമെൻ്റ് ഉണ്ട്. ഇപ്പം അതിന് എക്സാക്ട്ലി വെയിറ്റ് അത്രയൊന്നും ഉണ്ടാവത്തില്ല, പക്ഷേ അവരൊരു വെയിറ്റ് അങ്ങോട്ട് നിശ്ചയിച്ച് തരും. ഇപ്പോൾ 100 കിലോ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളതിന് 100 കിലോ എന്ന് കണക്കാക്കിയിട്ട് വേണം അത് ലിഫ്റ്റ് ചെയ്യാനായിട്ട്. അതാണ് അവിടെ കൊടുക്കുന്ന ഒരു ടാസ്ക്. ഈ ഒരു ടാസ്കിൽ പെർഫോമൻസ് ആയിട്ട് ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. എനിക്ക് ഈ ഇന്നലെ നടന്ന ടാസ്കുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടാസ്ക് അതാണ്. അതായത് ഒരു മെയിൻ ടാസ്ക് ഉണ്ട്, പിന്നെ നമ്മൾ ഇത് പസിൽ ഗെയിമാണ് ലാസ്റ്റ് വരുന്നത്. ആ പസിൽ ഗെയിമിലേക്കുള്ള പസിൽസ് കുറച്ചാക്കി 3 ഗെയിമിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നു. ഈ 3 ഗെയിം വിന്ന് ചെയ്താലേ ആ പസിൽ ഗെയിമിലേക്ക് പിന്നെ പസിലുകൾ കൊണ്ടിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ 3-4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പസിൽസ്. അതിൽ ഒരു പസിൽ ഈ പറയുന്ന വെയിറ്റ് ലിഫ്റ്റിങ്ങിനെ ബേസ് ചെയ്താണ്. ഒന്ന് ഫുഡാണ്, ഫുഡ് കഴിക്കണം. ഒരു ബർഗറും ഒരു ഫുൾ മന്തിയും വെച്ചിട്ടുണ്ട്. അത് 2 പേര് ചേർന്ന് കഴിച്ച് തീർത്താൽ പസിൽ അവർക്ക് ഷെയർ ചെയ്യാം. പിന്നെ ഒരെണ്ണത്ത് എന്തിനാ ഒരു കോലുണ്ട്, അത് ഫില്ല് ചെയ്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഇത് 3 എണ്ണമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ, കറക്റ്റ് അറിയില്ല. ആൻഡ് ദെൻ ഈ കിട്ടുന്ന എല്ലാ പസിലും കൂടെ ചേർത്ത് വേറൊരാൾ പോയിട്ട് 4th ഗെയിമായി പസിൽ ആക്കി കാണിച്ചു കൊടുക്കണം. ഇതിൽ 4 പേരായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, 4 ടീമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് റനീഷ ടീം, ഒന്ന് പിന്നെ നമ്മുടെ അഖിൽ ടീം, ഒന്ന് മറ്റേ 2 വാഴകളുടെ ടീം, റിയാസ് ആൻഡ് ദ അതർ വൺ. ഇതിൽ ഈ റിയാസിനും മറ്റവൾക്കുമുള്ള ആ കലിപ്പ് ആണ് പൂജ എന്ന കുട്ടിയെ എവിക്റ്റ് ചെയ്തതിന് കാരണമെന്ന് എനിക്ക് തോന്നി. ആക്ച്വലി ഇത് ക്രൂ മെമ്പേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഷോയിലേക്ക് പാർട്ടിസിപ്പൻ്റായിട്ട് കൊണ്ടുവരേണ്ടവർ അഗ്രസീവായിരിക്കും. കുറച്ച് വെപ്രാളം കാണിക്കുന്നവരെ മാത്രമേ ആ ഷോയിലേക്ക് കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് കണ്ടൻറ്റ് കിട്ടുകയുള്ളൂ. യു നീഡ് എ ജെന്യുവൻ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും ഷോ ആക്കുക. ഈ ഷോയിലേക്ക് നിങ്ങളൊരു പർപ്പസ്ഫുള്ളി ഒരാളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ
അങ്ങനെയുള്ള ഒരാളെ തന്നെ ചൂസ് ചെയ്യണം. അതിന് ബെസ്റ്റ് ആയിരുന്ന ആളായിരുന്നു പൂജ. 2 പൂജമാർ സൂപ്പറായിരുന്നു കേട്ടോ. ഈ ഈ ഈ പൂജയെ പുറത്തേക്ക് വിട്ടത് തീർച്ചയായിട്ടും പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നുകൊണ്ടാണ്. ഇനി നമുക്ക് ആ ഡംപ്ലിംഗ് വിഷയത്തിലേക്ക് വരാം. ഡംപ്ലിംഗ് അല്ല, ആ വെയിറ്റ് ലിഫ്റ്റിംഗ് വിഷയത്തിലേക്ക് വരാം. ഈ വെയിറ്റ് എടുക്കുന്നത് ആക്ട് ചെയ്ത് എടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് റിയാസിനെ അനുകരിച്ചാണ് പൂജ അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിയാസിന് എനിക്കെടുക്കാൻ പാട്ടാണല്ലോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ. അയാളുടെ ഒരു രീതിയാണല്ലോ, റിയാസിൻ്റെ ഒരു രീതി അതാണല്ലോ, ഒരു സ്ത്രൈണത നിറഞ്ഞ ഒരു സംസാരം ഉണ്ടല്ലോ എന്ന്. എനിക്ക് ഇങ്ങനെ കാണിക്കുന്നവരെ കാണുമ്പോണ്ടല്ലോ അടിച്ച് കവള പൊട്ടിക്കാൻ തോന്നും. എനിവേ, അപ്പോൾ അത് ആ ഒരു സാധനം കാണിച്ചു ഈ പെൺകുട്ടി നല്ലപോലെ കാണിച്ചു. അതിൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവളും അതുപോലെ റിപ്പീറ്റ് ചെയ്തു. പക്ഷേ കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് പൂജയുടേതാണ്. ആൻഡ് പൂജ ഇപ്പം 4 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, 4 ടീം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അതിൽ ഒരു ടീം പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ പൂജ ഇവിടെ ഇരുന്നുകൊണ്ട് അവരെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. അതൊരു ഗെയിം ടാക്ടിക്സ് അല്ലേ? അതുപോലും മനസ്സിലാക്കാതെ പൂജയെ ഷൗട്ട് ചെയ്യുന്നുണ്ട്, നിർത്ത് ബഹളം വെക്കാതെ എന്ന് പറയുന്നുണ്ട്. പൂജ ഓവർ ആവുന്നുണ്ട്, മൈക്ക് എടുത്ത് വെച്ചിട്ടാണ് ബഹളം വെക്കുന്നതൊക്കെ. ഇത് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അവരെ ഇത് ചെയ്യരുത്, അവരത് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യരുതെന്നുള്ള രീതിയിൽ ഇവിടെ ചെയ്യുന്നു. അതൊരു ടീം വർക്കാണ്. അതൊരു ടീമിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് മറ്റൊരു ടീമിനെ ഡീഗ്രേഡ് ചെയ്യാൻ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. പക്ഷെ അതുപോലും മനസ്സിലാക്കാതെ ആ ഒരു സ്പീഡിൽ പൂജയെ ഔട്ടാക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മാറി മനസ്സിലായി തന്നെ. മൊത്തം കോംപ്ലിക്കേറ്റഡ് ആയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഒന്നും കൂടെ വേണമെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ തരാം. ഇന്നലത്തെ ടാസ്ക് എന്ന് പറയുന്നത് 4 ടാസ്ക്കായിട്ട് വിഘടിച്ചിരിക്കുന്നു. അതിൽ ഒരു ടാസ്ക് കഴിഞ്ഞ് അതിൽ കിട്ടുന്ന പസിൽ കൊണ്ടുവന്ന് ഒരിടത്ത് വയ്ക്കണം, അടുത്ത ടാസ്കിൽ കിട്ടുന്ന പസിൽ കൊണ്ട് ഒരിടത്ത് വയ്ക്കണം, മൂന്നാമത്തെ ടാസ്കിലെ പസിൽ കൊണ്ടുവന്ന് അവിടെ വയ്ക്കണം. ഈ പസിലുകളെല്ലാം കൂടെ എടുത്തു വെച്ച് ഒരു പസിൽ ഗെയിം ഫിനിഷ് ചെയ്യണം. അതിൽ കിട്ടുന്നതാണ് വിക്ടറി. അങ്ങനെ 4 ടീമായി തിരിച്ച് 4 ടീമുകൾ ഇത് കളിക്കുന്നു. ഇതിൽ നിന്ന് കുറച്ച് പേരെ ചൂസ് ചെയ്യുന്നു, അതിൽ നിന്നൊരു വ്യക്തിയെ എവിക്റ്റ് ചെയ്യണു. മീൻസ് ഒരു വ്യക്തിയല്ല, 2-3 പേരെ എവിക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ച മുഴുക്ക പൂജയാണ്. ഞാൻ റീടേക്ക് എടുത്ത് വീണ്ടും കണ്ടത് പൂജയുടെ കാര്യമാണ്. അപ്പോഴാണ് എനിക്ക് ഈ പറഞ്ഞ ആളുടെ വീഡിയോ കിട്ടിയത്. ആ വീഡിയോ കാണണ്ടേ? ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. രഞ്ജിനി ഹരിദാസ് അടിച്ച് വീലായിട്ടാണോ ജഡ്ജ്മെന്റ് പാനലിൽ വന്നിരിക്കുന്നത് എന്നൊരു ഡൗട്ട് ഉണ്ട്. ഹലോ ഗേസ്, നിങ്ങളുടെ അമ്പൂസാണ്. ഇന്നലെ ബിഗ് ബോസ് 8 അഗ്നിപരീക്ഷ റൗണ്ട് കണ്ടിരുന്നോ? എന്തോ രഞ്ജിനി നോർമൽ അല്ലെന്ന് തോന്നുന്നു അല്ലേ? ആ പൂജ എന്ന് പറയുന്ന കുട്ടി, പൂജ എൻ്റെ ഏട്ടൻ്റെ മോളാണ്, അത് കൊണ്ടല്ല ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയും പൂജ കുറച്ച് ആക്റ്റീവായി, കുറച്ച് ബോൾഡായി കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ അവൾ ഏത് വിധേനെ അടിച്ചൊതുക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ സംസാരിക്കുന്ന പോലെയാണ് രഞ്ജിനി ഹരിദാസ്. പ്രവർത്തിക്കുന്നതല്ല, പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഒരു നോർമൽ അല്ലായി അവിടെ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അത് ഇന്നലത്തെ മാത്രമല്ല കേട്ടോ, മിനിങ്ങാത്ത ഷോയും നോക്കുമ്പോൾ ലോക്ക് ഓപ്പൺ ചെയ്യുന്നവര് ആണ് ഇന്നാവുക എന്നാ പറഞ്ഞത്. പക്ഷെ കരയുന്നവരും അങ്ങോട്ട് ഇന്നാവും എന്നുള്ളതിനെ തെളിയിച്ചു. വേറൊരു പൂജയുണ്ടായിരുന്നു, ആ കുട്ടി ഇവളും ആ പൂജയും കൂടെ ലോക്ക് ഓപ്പൺ ചെയ്യായിരുന്നു. പക്ഷെ 2 പേർക്കും കിട്ടിയില്ല. ഇടയ്ക്ക് ഒരുത്തം വന്നിട്ട് അത് ജാമാക്കി കളഞ്ഞു. അപ്പൊ 2 പേർക്കും കിട്ടില്ല. പക്ഷെ അവള് നിന്ന് കരഞ്ഞപ്പോ, പൂജയുടെ കൂടെ നിന്ന് തല്ലുകൂടി ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് അലമ്പാക്കിയിരുന്നെങ്കിൽ എനിക്കും 20th പൊസിഷനിൽ പോകാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇതാണ് അവിടെ നടന്നത്. ബിഗ് ബോസിൽ കരയുന്നവർ ഒരു ഏകദേശം ഫൈനൽ റൗണ്ട് വരെ നിൽക്കാറുണ്ട്, അല്ലെങ്കിൽ വിന്നറായി പോകാറുണ്ട്. അപ്പൊ കരയുന്നവർക്കല്ല വോട്ട് ചെയ്യേണ്ടത്, അത് ഫുൾ കള്ളക്കരച്ചിലാണ്. നിങ്ങൾ കറക്റ്റ് അർഹതപ്പെട്ടവർക്ക് ബിഗ് ബോസിൽ ഇനിയെങ്കിലും വോട്ട് ചെയ്യാം കേട്ടോ. ഇവർ പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. പേഴ്സണൽ ഗ്രഡ്ജുള്ള ജഡ്ജസുകളെ എത്രയും പെട്ടെന്ന് എവിക്റ്റ് ചെയ്യണം. എവിക്റ്റ് ചെയ്യപ്പെടേണ്ട 3 പേര് അവിടെ ഇരിക്കുന്ന 3 വാഴകളാണ്. പുറത്തെന്താണെങ്കിലും അഖിലിന് കുറച്ചുകൂടെ ഒരു പിന്നെ എന്താ പറയുന്നത് ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ പറയും. ഈ ഒരു സ്പെസിഫിക് ഷോയിൽ അവൻ കുറച്ച് ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. അഖിൽ അവിടെ ഇരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ദ അതർ 2 വേസ്റ്റ് ആണ്. അവരെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് അവർ കളിക്കുന്നുണ്ട്. അവരെങ്ങനെ ഒരു ജഡ്ജസ് ആകുമെന്നുള്ളത് അതിനൊരു ക്വാളിറ്റി വേണ്ടായോ? ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത 2 എണ്ണത്തിന് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് എന്തിനാണ് എന്തോ. നിങ്ങൾ ഒരാളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ ഒരാളെ കളിയാക്കുമ്പോൾ ആ കളിയാക്കലും ഇൻസൾട്ട് നിങ്ങളും തിരിച്ചു കിട്ടുമെന്നുള്ള എക്സ്പെക്റ്റേഷനോട് കൂടി വേണം ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ ഒരാളെ ക്രിട്ടിക്ക് ചെയ്യുമ്പോൾ നമുക്കും അതേ ക്രിറ്റിസിസം വരും എന്നുള്ള എക്സ്പെക്റ്റേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം നമ്മളതെന്താണെന്ന് ഒരു ഹെൽത്തി കോമ്പറ്റീഷനായിട്ട് മനസ്സിലാക്കണം. അവർ നിൽക്കുന്ന പൊസിഷനിൽ നിങ്ങൾ ഒരു ദിവസം നിന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ഒൺസ് പെട്ടെന്നൊരു അക്സെപ്റ്റൻസ് കിട്ടി കയറിയവരല്ലല്ലോ. അങ്ങനെ ഒരു എൻട്രി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വർത്ത് മനസ്സിലാകത്തില്ല. അവർ എത്രത്തോളം സ്ട്രഗിളിലാണ്, എത്ര കഷ്ടപ്പെട്ടു, എന്തോരം എക്സ്പെൻസ് ഉണ്ട്, എന്തോരം മെൻ്റൽ സ്ട്രെസ് ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്ര ഈസി ആയിട്ട് നിങ്ങൾ അവരെ പുറത്താക്കത്തില്ല. ദർ ഈസ് നോ റീസൺ അറ്റ് ആൾ. പൂജ പുറത്തു പോകുന്നതിന് ഒരു റീസൺ ഞാൻ കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ പറയുക. ഇതിനെക്കുറിച്ചൊരു ലെങ്തി വീഡിയോ ഒന്നും ഇടാനും മാത്രമുള്ള ഒന്നും അതിനകത്ത് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്തത്. ഇന്നലത്തത് കാണാത്തതെന്ന് പറഞ്ഞാൽ ഈ കക്ക കിണി കാണാൻ വയ്യാന്ന് വെച്ചിട്ട് പോവാതിരുന്നതാണ്.
കാണണ്ടെന്ന് വെച്ചിട്ട്. പിന്നെ ബിഗ് ബോസ് അല്ലല്ലോ, ഇതിൻ്റെ അകത്തേക്കുള്ള എൻട്രിയുടെ ഒരു ഇതാണല്ലോ. ഇവരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, ബിക്കോസ് ദേ ആർ നോട്ട് ഗോയിങ് ടു ലാസ്റ്റ്. മറ്റേ 40 പേരെ ഉണ്ടെങ്കിൽ പോലും ഇവരെല്ലാവരും ഒന്നും പോകത്തില്ല, കുറച്ച് പേരെ മാത്രമേ കിട്ടുള്ളൂ. ആൻഡ് ഭയങ്കര സങ്കടം തോന്നും. എവിക്ഷൻ റൗണ്ട് എന്ന് പറയുന്നത് ഏറ്റവും ഹാർട്ട് ബ്രേക്കിംഗ് സാധനമാണ്, കാണാൻ പറ്റാത്തൊരു സംഗതി. എനിക്ക് ഭയങ്കര സങ്കടം തോന്നും. എൻ്റെ ഒരു വിചാരിച്ചുള്ള ഇവരെല്ലാവരും അത്രയും ദിവസം നിർത്തണമെന്നുള്ളതാണ്, അത് കാണാനല്ലേ ഒരു രസം. പക്ഷെ ഭയങ്കര ഒരു എന്താ പറയണേ, ഇവരിപ്പോൾ പോവോ ആ ഒരു ഇതുണ്ടല്ലോ. അത് ഒന്നാമത് എനിക്ക് ഈ 2 എണ്ണത്തിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതിൻ്റെ കൂടെ ഇവരുടെ ആ തീരുമാനം കൂടെ കേൾക്കുമ്പോൾ കലിപ്പ് വരും. പക്ഷേ ഒരു കാര്യമുണ്ട്, പൂജയെ ഷൗട്ട് ചെയ്യണതും സ്റ്റോപ്പ് ചെയ്യണതും അഖിൽമാരാരാണ്. പൂജയെ പറ്റി അഖിൽമാരാർ പറയണ ഐ നോട്ടീസ്ഡ് യു എന്ന, പക്ഷേ തീരുമാനം അറിയിക്കുന്നത് മറ്റോ 2 പേരുമാണ്. അത് ഹെവി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റിയാസിനെ കളിയാക്കി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ്. ട്രാൻസ് വിഭാഗത്തിനോട് എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല, പക്ഷേ നിങ്ങളറിയാതെ ചിലർ നിങ്ങൾക്ക് എഗൻസ്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനകത്ത് ജെന്യുവനായി നിൽക്കുന്നവർ പോലും ഒന്നിച്ച് ഈ തെറിവിളി കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് പരാമർശം. അപ്പോൾ അതുമാത്രം ഞാൻ പറയുന്നു. സോ താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.